ഹായ്, ഇപ്പോൾ എന്നെ ഒരുപാട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സംശയത്തിന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കോള് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മിക്കവാറും മീറ്റിങ്ങോ പോളിസിയോ സംബന്ധമായ ഇടപെടുകയായി നിൽക്കുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇനി ഇൻഷുറൻസ് സംബന്ധമായി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ വഴി കമൻറ്റ് വഴി ചോദിക്കാനുമാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പേഴ്സണലായി മറുപടി തരികയും അതുപോലെ അതിൻ്റെ ഒരു വീഡിയോ എല്ലാ ദിവസവും ഇടുകയും ചെയ്യും. അപ്പോൾ ഒരാൾ ചോദിക്കുന്ന സംശയം ഇന്ന് മറ്റുള്ളവർക്ക് ഒത്തിരി പേർക്ക്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ കമൻറ്റ് വഴി നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള അതിനുള്ള മറുപടി തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു കസ്റ്റമർ അയച്ചിരിക്കുന്നതാണ്. മോൾക്ക് 22 വയസ്സാണ്. 1 വർഷം മുമ്പ് വീണിട്ട് കാലിൻ്റെ കണ്ണയ്ക്കും ലിഗമെൻറ്റിനും ഫ്രാക്ചർ വന്നിരുന്നു. സർജറി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. രണ്ടും ശരിയായി. പക്ഷേ വിദേശത്താണ്. അവിടെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിരുന്നു. ഇവിടെ പോളിസി എടുക്കുമ്പോൾ ഈ കാര്യം പറയണോ? ഇതേ കാര്യം ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അതായത് മുമ്പേ നമുക്കൊരു എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും പറ്റിയിട്ട് ചെറിയ ഫ്രാക്ചറോ എന്തെങ്കിലും ആയിരിക്കും, നമ്മൾ അത് പറയണോ വേണ്ടതെന്നായിരിക്കും ചോദിക്കുന്നത്. എന്നാൽ തീർച്ചയായും നിങ്ങളിത് കാണിച്ച് തന്നെ ഒരു പോളിസി എടുക്കണം. കാരണം ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് പോളിസി എടുത്തതിന് ശേഷം നമ്മളൊരു 4-5 വർഷം കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതുമായി അടുത്ത് എന്തെങ്കിലും വേറെ ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഉറപ്പായി ഇത് മുമ്പേ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടെ ഡോക്ടർമാരോട് ഇത് പറയേണ്ടി വരും, മുമ്പ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇൻഷുറൻസ് കമ്പനി ഇത് അറിയപ്പെടുകയും നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, അത് മുമ്പുള്ള എന്ത് പ്രശ്നമായാലും ഒരു പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങളത് പറഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല, എന്നാലും നിങ്ങളിത് അറിയിച്ചിരിക്കണം. ഇത് അറിയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേറെ ചിലപ്പോൾ നമ്മൾ ഈ മോളുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഈ മോളുടെ കാര്യം, ഈ കാലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലൊരു പോളിസി എടുക്കുമ്പോൾ നമുക്ക് 3 വർഷത്തേക്ക് അതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് നമുക്ക് ലഭിക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് 3 വർഷം വരെ ഒരു പ്രശ്നവും ഇല്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നമുക്ക് അത് കാണിച്ച് തന്നെ പോളിസി എടുക്കുക. നമ്മൾ അത് കാണിച്ച് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് 4, 5, 6 വർഷത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ക്ലെയിം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വന്നാലും നമുക്ക് മുമ്പുള്ള കാര്യങ്ങൾ കാണിച്ച് തന്നെ പോളിസി എടുക്കുക തന്നെ വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതായിരിക്കും. താങ്ക് യു.